നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 162. കബീർ സാഹിബും കാലനുമായുള്ള സംഭാഷണം. പരമേശ്വർ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും സൃഷ്ടി നടത്തി, എന്നിട്ട് തന്റെ ലോകത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ എല്ലാവരും കാലന്റെ ബ്രഹ്മാണ്ടത്തിൽ താമസിച്ച് അവരവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുകയായിരുന്നു. വളരെയധികം ദുഃഖപൂർണമായ ജീവിതം, സുഖവും ശാന്തിയും അന്വേഷിച്ച് മനുഷ്യർ അലഞ്ഞു. നമ്മുടെ സ്വന്തം വീട് സത്ലോകത്തിന്റെ ഓർമ്മയിൽ അവിടേക്ക് പോകുന്നതിനായി ഭക്തിമാർഗം ആരംഭിച്ചു. ആരോ 4 വേദങ്ങളും കാണാതെ പഠിച്ചു. ചിലർ ഭയങ്കരമായ ഉഗ്രമായ തപസ് ആരംഭിച്ചു. ഹോമവും യജ്ഞവും ധ്യാനം, സമാധി എന്നിവ ചിലർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ സ്വന്തം ഗ്രഹമായ സത്ലോകത്തിലെത്തിച്ചില്ല. എന്തെന്നാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അടുത്ത ജന്മം സുഖസമൃദ്ധി ഉണ്ടാകും. അതായത് രാജ, മഹാരാജ, വലിയ വ്യാപാരി, അധികാരി, ദേവ്, മഹാദേവ്, സ്വർഗം, മഹാസ്വർഗം മുതലായവ. തിരിച്ച് വീണ്ടും 84 ലക്ഷം യോനികളിലുള്ള ജനന മരണ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ച് ഒടുവിൽ പരമപിതാവായ പരമേശ്വരനോട് അപേക്ഷിച്ചു, ഹേ ദയാലു, ഞങ്ങൾക്ക് സ്വന്തം ഗ്രഹത്തിലേക്കുള്ള വഴി കാട്ടിത്തരൂ. ഹൃദയം കൊണ്ട് താങ്കളെ ഭജിക്കുന്നു, എന്നിട്ടും താങ്കൾ നമുക്ക് ദർശനം തരാത്തത് എന്തുകൊണ്ട്? ഈ കഥകൾ കബീർ സാഹിബ് ധർമ്മദാസ്ജിയോട് പറഞ്ഞു. ധർമ്മദാസ്, ഈ ജീവികളുടെ വിളി കേട്ട് ഞാൻ എന്റെ സത്ലോകത്ത് നിന്നും ജോഗജീത്തിന്റെ രൂപം സ്വീകരിച്ച് കാലലോകത്തിലെത്തി. അപ്പോൾ 21 ബ്രഹ്മാണ്ടങ്ങളിലും കാലന്റെ സ്വന്തമായിരുന്ന അവിടെ തപ്തശിലയിൽ ജീവികളെ വറക്കുന്ന സൂക്ഷ്മ ശരീരത്തിലെ ഗന്ധം പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ എത്തിയതിനു ശേഷം ജീവികളുടെ പൊള്ളിച്ചു നിന്നു. അവർ പരമാത്മാ, അതായത് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഹേ പുരുഷ്, താങ്കൾ ആരാ? താങ്കളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം സുഖവും സമാധാനവും അനുഭവപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പരംബ്രം പരമേശ്വര കബീർ ആകുന്നു. എല്ലാ ജീവികളും എന്റെ ലോകത്ത് നിന്ന് കാലബ്രഹ്മിന്റെ ലോകത്ത് അകപ്പെട്ടുപോയി. ഈ കാലൻ ദിവസേന 1 ലക്ഷം മനുഷ്യന്റെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഗന്ധം പുറത്തെടുത്ത് ഭക്ഷിക്കുന്നു. പിന്നീട് അവരെ പല യോനികളിൽ പാപം അനുഭവിക്കുന്നതിനായി വിടുന്നു. അപ്പോൾ ആ ജീവാത്മാക്കൾ പറഞ്ഞു, ദയാലു പരമേശ്വർ, ഞങ്ങളെ ഈ കാലന്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കൂ. ഞാൻ, അതായത് പരമാത്മാവായ ഞാൻ പറഞ്ഞു, ഈ ബ്രഹ്മാണ്ടം കാലൻ 3 പ്രാവശ്യം എന്നെ ഭജിച്ച് എന്നിൽ നിന്ന് വരം വാങ്ങിയതാണ്. എന്തെന്നാൽ നിങ്ങൾ ഇവിടെ എല്ലാ വസ്തുക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ഈ കാലന്റേതാണ്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സ്വയം ചുറ്റിക്കറങ്ങാനായി വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ കാലബ്രഹ്മിന്റെ കടം വന്നിരിക്കുന്നു. ആ കടം എന്റെ യഥാർത്ഥ നാമജപം കൊണ്ടല്ലാതെ തീരില്ല. എപ്പോൾ വരെ താങ്കൾ കടത്തിൽ നിന്ന് മോചിതനാകുന്നില്ലയോ അതുവരെ താങ്കൾ കാലബ്രഹ്മിന്റെ ജയിലിൽ നിന്ന് മോചിതനാകുകയില്ല. അതുകൊണ്ട് താങ്കൾ എന്നിൽ നിന്ന് നാമോപദേശം സ്വീകരിച്ച് പൂജ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളെ മോചിപ്പിച്ച് കൊണ്ടുപോകാം. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കാലൻ ബ്രഹ്മ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. എന്നെ ആക്രമിക്കാൻ തുടങ്ങി, അതായത് പരമാത്മാവായി എന്നെ ആക്രമിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ വചനശക്തിയാൽ കാലബ്രഹ്മനെ അബോധാവസ്ഥയിലാക്കി ബോധം കെടുത്തി. പിന്നെ കുറെ സമയം കഴിഞ്ഞ് അയാൾക്ക് ബോധം തെളിഞ്ഞു. എന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 163. അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നേക്കാൾ വലിയവനാണ്, എന്നോട് ക്ഷമിക്കണം. ശരി, പറയൂ, എന്തിനാണ് എന്റെ ലോകത്തിൽ വന്നത്? അപ്പോൾ ഞാൻ കാലപുരുഷനോട് പറഞ്ഞു, കുറച്ച് ജീവാത്മാക്കൾ പൂജ ചെയ്ത് അവരുടെ സ്വന്തം ലോകമായ സത്ലോകത്തിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് യഥാർത്ഥ ഭക്തിമാർഗം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ പൂജകൾ ചെയ്തതിനു ശേഷവും ഈ ലോകത്തിൽ തന്നെ വസിക്കുന്നു. ഞാൻ അവർക്ക് ഭക്തിമാർഗം പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി നിന്റെ വ്യത്യാസം, അതായത് രഹസ്യം നൽകുന്നതിനു വേണ്ടി വന്നതാണ്. നീ കാലനാണ്. ഒരു ദിവസം 1 ലക്ഷം മനുഷ്യരെ ആഹരിക്കുന്നു, അതായത് തിന്നുന്നു. 1.25 ലക്ഷം മനുഷ്യരെ കൂടുതൽ ജനിപ്പിക്കുന്നു, എന്നിട്ട് ഭഗവാനായിട്ടിരിക്കുന്നു. ഞാൻ ഇവരോട് പറയും, എന്തെന്നാൽ നിങ്ങൾ ആരെയാണോ ഭജിക്കുന്നുവോ അത് ഭഗവാനല്ല, കാലനാണ്. ഇത്രയും കേട്ട് ഉടനെ കാലൻ പറഞ്ഞു, എല്ലാ ജീവികളും തിരിച്ചുപോയാൽ എന്റെ ആഹാരത്തിന് എന്ത് ചെയ്യും? ഞാൻ വിശന്നു മരിക്കും. അതുകൊണ്ട് താങ്കളോട് അപേക്ഷിക്കുന്നു, 3 യുഗങ്ങളിലായി കുറേശ്ശെ ജീവികളെ കൊണ്ടുപോകണം. എല്ലാവരോടും എന്റെ രഹസ്യം പറയരുത്. ഞാൻ കാലനാണെന്ന്, എല്ലാവരെയും തിന്നുന്നുവെന്ന്.
കലിയുഗം വരുമ്പോൾ എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുപോകൂ. ഇങ്ങനെ എന്നെ കൊണ്ട് കാലൻ ശപഥം ചെയ്യിച്ചു. കബീർ സാഹിബ് ധർമ്മദാസനോട് പിന്നെയും പറഞ്ഞു, എന്തെന്നാൽ സത്യയുഗം, തേത്രായുഗം, ദ്വാപരയുഗത്തിലും ഞാൻ വന്നു. വളരെയധികം ജീവികളെ സത്ലോകത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഈ രഹസ്യം പറഞ്ഞുകൊടുത്തില്ല. ഇപ്പോൾ ഞാൻ കലിയുഗത്തിൽ വന്നിരിക്കുന്നു. കാലനുമായി സംസാരിച്ചു. കാലബ്രം എന്നോട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾ എത്ര ഉറക്കെ പറഞ്ഞാലും താങ്കളുടെ വാക്കുകൾ ആരും കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ജീവികൾക്ക് ഭക്തിമാർഗം നൽകിയില്ല. അവരിൽ ബീഡി, സിഗരറ്റ്, മദ്യം, മാംസം എന്നീ ദുർവാസനകൾ ഉണ്ടാക്കി അവരുടെ സ്വഭാവവും നശിപ്പിച്ചു. പല വിധത്തിലുള്ള അന്ധവിശ്വാസ പൂജകൾ ജീവാത്മാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. രണ്ടാമതായി, താങ്കൾ താങ്കളുടെ ജ്ഞാനം, അറിവ് നൽകി അവരെ തന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ ഞാൻ, അതായത് കാലൻ, എന്റെ ദൂതന്മാരെ അയച്ച് താങ്കളുടെ പരമ്പരയോട് സമമായി 12 പരമ്പരകൾ നടത്തി ജീവാത്മാക്കളെ ഭ്രമിതരാക്കും. സത്ലോകത്തിന്റെ മഹിമ തന്നെ പറയും, താങ്കളുടെ അറിവുകൾ പറയും. എന്നാൽ നാമജപം എന്റേതായിരിക്കും. അതിന്റെ ഫലമായി അവർ എന്റെ ഭക്ഷണമായി തീരും. ഇത് കേട്ട് കബീർ സാഹിബ് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ സത്മാർഗം പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോകും. ആരാണോ എന്റെ അറിവ്, അതായത് ജ്ഞാനം കേൾക്കുന്നവോ, അവർ നിന്റെ വലയിൽ ഒരിക്കലും വീഴില്ല. സദ്ഗുരു കബീർ സാഹിബ് പറഞ്ഞു, ഹേ നിരഞ്ജൻ, ഞാൻ വിചാരിക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ കളികളും ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്റെ വാക്ക് പാലിക്കാൻ കഴിയില്ല. അത് ആലോചിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഹംസങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം നൽകി, ശബ്ദശക്തി നൽകി സത്ലോകത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു, സുനോ ധർമ്മരായ, ഹം സംകോ ഹംസ പദ് പർസായ, ജിൻ ലീൻഹ ഹംറാ പ്രവാന, സോ ഹംസ ഹം കിയെ അമാന. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 164. പവിത്ര കബീർ സാഗറിൽ ജീവികളെ തെറ്റിലേക്ക് തള്ളിവിടുന്നതിനെ കുറിച്ചും തെറ്റുകൾ തിരുത്തുന്നതിനെ കുറിച്ചും പല വിധത്തിലുള്ള രീതികൾ വർണ്ണിക്കുന്നു. ദ്വാദസ് പന്ത് കരൂ മേ സാജ, നാം തുമ്ഹാരാ ലേ കരൂ അവാജ, ദ്വാദസ് യം സംസാർ പഠോ, നാം തുമ്ഹാരെ പന്ത് ചലഹോ, प्रथम दूत मम प्रगटे जाई, पीछे अंश तुम्हारा आई, यही विधि जीवन को भ्रमाओ, पुरुष नाम जीवन समझाओ, द्वादश पंथ नाम जो लहे, सो हमरे मुख आन समय है, कहा तुम्हारा जीव नहीं माने, हमारी ओर हुए बात बखाने, मैं दड़ फंदा रची बनाई, जामे जीव रहे उलझाई, देवल देव पाषाण पूजाई, तीर्थ व्रत जप तप मन लाई, यज्ञ होम अरु ने मचारा, और अनेक फंद में डारा, जो ज्ञानी जाओ संसारा, जीव ना माने कहा तुम्हारा. सतगुरु वचन. ज्ञानी कहे सुनो अन्यायी, काटो फंद जीव ले जाई, जेतिक फंद तुम रचे विचारी, सत्य शब्द ते सबे बिंडारी, जौन जीव हम शब्द दढ़ावे, फंद तुम्हारा सकल मुकावे, चौका कर प्रवाना पाई, पुरुष नाम तिही देव चिन्हाई, ताके निकट काल नहीं आवे, സന്ധി ദേഖി താഖ സിർ നാവെ. മുകളിൽ ഉദ്ധരിച്ച വിവരണങ്ങളിൽ നിന്ന് തെളിയുന്നത് അനേകം പന്ഥ നടക്കുന്നുണ്ട്. മഹത് സന്തുമാരുടെ മാർഗങ്ങൾ. ആരുടെ അടുക്കലാണോ കബീർ സാഹിബ് പറഞ്ഞ സന്ത് ഭക്തമാർഗമില്ലയോ അതെല്ലാം കാലപ്രേരിതമായി നടത്തുന്നവയാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ആലോചിച്ച് ഭക്തിമാർഗം സ്വന്തമാക്കണം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യജന്മം വില പിടിച്ചതാണ്, മഹത്വമേറിയതാണ്. അത് വീണ്ടും വീണ്ടും കിട്ടില്ല. കബീർ സാഹിബ് പറയുകയാണ്, कबीर मानुष जन दुर्लभ है, मिले न बारंबार, तरुवर से पत्ता टूट गिरे, बहुर न लगता डार. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 165. വിശ്വവിജേതാവായ സന്ത് ശ്രീരാമപാൽജി മഹാരാജന്റെ അധ്യക്ഷതയിൽ ഭാരതത്തെ ലോകധർമ്മത്തിന്റെ ഗുരുവായി പ്രതിഷ്ഠിക്കപ്പെടും. സന്ത് രാംപാൽജിയെക്കുറിച്ച് നോസ്ട്രഡാമസ് എന്ന ജ്യോതിഷി പണ്ഡിതന്റെ പ്രവചനം. ഫ്രാൻസിലെ നെസ്ട്രോഡാമസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ ഭാവി പ്രവാചകൻ, ജ്യോതിഷ പണ്ഡിതൻ ക്രിസ്താബ്ദം 1555 1000 ശ്ലോകത്തിലൂടെ ഭാവിയെക്കുറിച്ച് സാങ്കല്പിക സത്യവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയെല്ലാം ഇന്നും ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ ഭാവി പ്രവചനം ഭാരതത്തിൽ സത്യമായി തീർന്നിരിക്കുന്നു. 1. ഭാരതത്തിലെ ആദ്യത്തെ മഹിളാ പ്രധാനമന്ത്രി വളരെയേറെ പ്രഭാവശാലിയും കാര്യകുശലതയും സമർത്ഥയും ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഈ സൂചന സ്വർഗീയ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കുറിച്ചായിരുന്നു.
ഒപ്പം അവരുടെ മരണം അടുത്ത അംഗരക്ഷകരിൽ നിന്നായിരിക്കുമെന്നും എഴുതിയിട്ടുണ്ട്. അതും സത്യമായി തെളിഞ്ഞു. 2. അതിനുശേഷം അവരുടെ മകൻ അടുത്ത അധികാരം ഏറ്റെടുക്കും. പക്ഷേ അദ്ദേഹം വളരെ കുറച്ചുനാൾ മാത്രമേ രാജ്യം ഭരിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ആകസ്മികമായി മരണം സംഭവിക്കാനിടയുണ്ട്. ആ പ്രവചനവും സത്യമായി ഭവിച്ചു. ഇത് രാജീവ് ഗാന്ധിയെ കുറിച്ചായിരുന്നു. 3. ശ്രേഷ്ഠനായ ശ്രീരാമപാൽജിയെ കുറിച്ചും ഇതുപോലെ നസ്ട്രഡാമസ് വളരെ വ്യക്തമായി ഭാവി പ്രവചനം എഴുതിയിട്ടുണ്ട്. 1. അദ്ദേഹത്തിന്റെ ഭാവി പ്രവചന ശ്ലോകത്തിൽ 500ന്റെ അവസാനത്തിലും ആരംഭത്തിലും നസ്ട്രഡാമസ് എഴുതിയിട്ടുണ്ട്: ഇന്ന് മുതൽ ക്രിസ്താബ്ദം 1555 മുതൽ 450 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2006 ഒരു ഹിന്ദു സന്യാസി ഉണ്ടാകും. ലോകം മുഴുവനും ആ സന്യാസിയെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക. ആ സമയത്ത് ആ മഹാനായ ഹിന്ദു ധർമ്മ ഗുരുവിന് 50നും 60നും ഇടയ്ക്ക് പ്രായമുണ്ടായിരിക്കും. ഭഗവാൻ ശ്രീ പരമേശ്വരൻ നസ്ട്രോഡാമസിന് ശ്രീരാം പാൽജിയുടെ മധ്യവയസ് പ്രായമുള്ള അവസ്ഥയെ കാണിച്ചു കൊടുത്തു. ഒരു ചലച്ചിത്രാവിഷ്കാരം പോലെ സംഭവങ്ങൾ ഓരോന്നോരോന്നായി കാണിച്ച് വിവരിച്ചു കൊടുത്തു. നസ്ട്രോഡാമസ് 16ാം നൂറ്റാണ്ടിനെ 1ാം നൂറ്റാണ്ടായി പറയുന്നു. അങ്ങനെ 20ാം നൂറ്റാണ്ടിനെ 5ാം നൂറ്റാണ്ടായും പറയുന്നു. ശ്രീ രാംപാൽജി ധാർമ്മിക ഹിന്ദു ഗുരു, അതായത് സന്ത് സന്യാസി, 5ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷത്തിൽ ക്രിസ്താബ്ദം 1999 വീട് വീടാന്തരം സൽസംഗമങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിച്ചിട്ട് 4 കവലകൾ കടന്ന് പുറത്തേക്ക് വരും. തന്റെ ശിഷ്യഗണങ്ങളായ അനുയായികൾക്ക് ശാസ്ത്രവിധി പ്രകാരം ഭക്തിമാർഗം ഉപദേശിച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്വിതീയമായ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടങ്ങൾ ഉണ്ടാകും. തത്വപരമായി ഹിന്ദു സന്യാസി പറയുന്ന ശാസ്ത്ര പ്രമാണമായ തത്വജ്ഞാനങ്ങൾ മനസ്സിലാക്കി പരമാത്മാവിനെ ആഗ്രഹിക്കുന്ന ഭക്തർ അതിശയിച്ചു പോകും. അതായത് ഗാഠനിദ്രയിൽ നിന്നും ചാടി എണീറ്റതുപോലെ ആ തത്വാത്മാവായ ഹിന്ദു സന്യാസിയുടെ ആധ്യാത്മിക വിപ്ലവം 2006 വരെ തുടർന്നു. അപ്പോഴേക്കും ആളുകൾ പരമാത്മാവിനെ മനസ്സിലാക്കി, തത്വജ്ഞാനങ്ങൾ മനസ്സിലാക്കി, ആ സന്യാസി ശ്രേഷ്ഠന്റെ അനുയായികളായി തീരുകയും സംജീവിതം നയിക്കാനും തുടങ്ങി. 2006 മുതൽ സുവർണകാലം ആരംഭിക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 166. കുറിപ്പ്: അല്ലയോ വായനക്കാരെ, ഇവയൊക്കെ ദയവായി വായിച്ച് മനസ്സിലാക്കൂ. താഴെ പറയുന്ന ഭാവി പ്രവചനം ഫ്രാൻസിലെ ശ്രീ നസ്ട്രോഡോമസിന്റേതാണ്. അതിനെക്കുറിച്ച് മദ്രാസിലെ ജ്യോതിഷശാസ്ത്ര പണ്ഡിതനായ എസ് കൃഷ്ണമൂർത്തി ഇങ്ങനെ പറയുന്നു: ശ്രീ നാസ്ട്രോഡോമസ് 1555 എഴുതിയ ഭാവി പ്രവചനത്തിന്റെ ശരിയായ വിവർത്തനം 1998 മഹാരാഷ്ട്രയിൽ ഒരു ജ്യോതിഷ പണ്ഡിതൻ ചെയ്തു. അദ്ദേഹം നസ്ട്രോഡോമസിന്റെ ഭാവി പ്രവചനങ്ങളെ സ്പഷ്ടമായി വിവർത്തനം ചെയ്ത് അർത്ഥത്തോടുകൂടി ഗ്രന്ഥം പ്രസിദ്ധീകരിക്കും. ആ ജ്യോതിഷ പണ്ഡിതന്റെ വിവർത്തനം ചെയ്ത പുസ്തകത്തിൽ നിന്നും വിവർത്തകന്റെ തന്നെ വാക്കുകളോടെ: 1. പേജ് 32-33 രാമരാജ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മധ്യവയസ്കനായ ഉദാരമായ അധികാരി ഭാരതത്തിൽ എന്നല്ല ലോകത്താകമാനം ഒരു രാമരാജയുഗം തന്നെ കൊണ്ടുവരും. തന്റെ സനാതന ധർമ്മത്തെ പുനർജീവിപ്പിച്ച് യഥാർത്ഥ ഭക്തിമാർഗം പ്രചരിപ്പിച്ച് ശ്രേഷ്ഠമായ ഹിന്ദു രാജ്യം ഉണ്ടാക്കി തീർക്കും. അതിനുശേഷം പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗാൾ, ശ്രീലങ്ക, തിബറ്റ്, അഫ്ഗാനിസ്ഥാൻ മുതലായ ദേശങ്ങളിൽ അദ്ദേഹം സാർവഭൗമിക ധാർമ്മിക നേതാവായി മാറും. ആ നേതാവ് ലോകത്തിന് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. 2. പേജ് 40 മുതൽ രാമരാജ്യം വന്നുകൊണ്ടിരിക്കുന്നു. 1999 ജൂൺ മുതൽ 2006 വരെയുള്ള വിപ്ലവത്തിൽ, ധാർമ്മിക വിപ്ലവത്തിൽ സുവർണകാലം ആരംഭിക്കും. ഭാരതത്തിൽ ജനിക്കുന്ന താരുണഹാർ എന്ന സന്യാസി ലോകത്തിന് സുഖവും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. അങ്ങനെ ജന്മമെടുക്കുന്ന രക്ഷാധികാരി ആരെന്ന് ഇപ്പോൾ അറിയില്ല. പക്ഷെ അദ്ദേഹം ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒരിക്കലും ആയിരിക്കില്ല. അദ്ദേഹം ഹിന്ദു തന്നെയായിരിക്കുമെന്ന് നസ്ട്രോഡോമസായ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. ആ ദിവ്യ സ്വതന്ത്ര സന്യാസിയുടെ ജന്മത്തോടെ മറ്റു വിദ്വാൻമാരെന്ന് അഹങ്കരിക്കുന്ന നേതാക്കന്മാർ നിഷ്പ്രഭരായി തീരും. ആ ഭാരതീയനായ തത്വാധിഷ്ഠിതനായ സന്യാസി എല്ലാവർക്കും തുല്യമായ നീതി പ്രദാനം ചെയ്യും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ധനവാന്മാർക്കും ദരിദ്രർക്കും ജാതിമത ഭേദമില്ലാതെ നിയമനിർമ്മാണം നടത്തും. അന്യായത്തിന്റെ കണിക പോലും ഉണ്ടായിരിക്കില്ല. ആ തത്വദർശിയായ സന്യാസിയെ എല്ലാവരും ആദരിക്കും. അച്ഛനും അമ്മയും പോലെ ബഹുമാനിക്കപ്പെടണം. എന്നാൽ ആധ്യാത്മികതയുടെയും പൗരാണികതയുടെയും പേരിൽ ആ തത്വദർശിയായ സന്യാസിക്ക് വേറിട്ടൊരു ഭക്തി പ്രസ്ഥാനമായിരിക്കും ഉണ്ടാകുക.
ഫ്രാൻസിലെ ജൂതവംശീയനാണ് നസ്ട്രോഡോമസ്. ക്രിസ്തുമതക്കാരനായ അദ്ദേഹം യാതൊരുവിധ സംശയവും കൂടാതെ പറയുകയാണ് ആ സന്യാസി ഹിന്ദു തന്നെയാണ്. 3. പേജ് 41 എല്ലാവർക്കും തുല്യമായ നീതിയും അധികാരവും നടപ്പിലാക്കി സത്യത്തിന്റെ വഴിത്താര തുറക്കും. നസ്ട്രഡോമസായി ഞാൻ ശങ്കക്കിടമില്ലാതെ പറയുന്നു, ആ ധാർമ്മിക നേതാവായ സന്യാസി പുതിയൊരു അറിവ് കണ്ടുപിടിക്കും. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏതൊരു ദേശത്തിന്റെ പേരാണോ ഹിന്ദു മഹാസമുദ്രമെന്നറിയപ്പെടുന്ന സമുദ്രതീരത്തെ ഹിന്ദുസ്ഥാൻ എന്ന ഭാരതത്തിലാണ് ജന്മമെടുക്കുക. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 167. ക്രിസ്ത്യാനിയോ മുസൽമാനോ ജൂതവംശീയനോ അല്ല, ഹിന്ദുവായിരിക്കുമെന്നതിന് സംശയമില്ല. അദ്ദേഹം മുൻപുള്ള ധാർമ്മിക സന്യാസിമാരെക്കാളും ബുദ്ധിമാനായിരിക്കും. നോസ്ട്രഡാമസ് ഭാവി പ്രവചനത്തിന്റെ 6-ാം ശതകത്തിലെ 70-ാമത്തെ പദ്യത്തിൽ ഈ മഹത്വപൂർണമായ സത്യം വെളിപ്പെടുത്തുന്നു. ആ മഹാനെ എല്ലാവരും അംഗീകരിക്കും, പേടിക്കും, ആരും ഉപദ്രവിക്കാൻ നോക്കില്ല. ആ മഹാന്റെ പേര് 3 ലോകങ്ങളിലും പ്രസിദ്ധി ആർജിക്കും. ഇതുവരെയും അജ്ഞാനമായ ഗാഠനിദ്രയിലായിരുന്ന ഒരു ജനസമൂഹത്തെ തത്വജ്ഞാനിയുടെ പ്രകാശം ഉണർത്തും. എല്ലാ മനുഷ്യ സമൂഹവും സടകുടഞ്ഞെഴുന്നേൽക്കും. ആ തത്വജ്ഞാനിയുടെ തത്വത്തിൽ ഭക്തരായിത്തീരും. എന്ത് കാരണത്താലാണോ എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ അനാദിയായ പൂർവികരുടെ അടുക്കലെത്തിക്കും, അവിടെ സ്ഥിരമായി വസിക്കും. അതായത് ഈ ദുഷ്ടഭൂമിയിൽ നിന്നും ഭക്തിമാർഗം സ്വീകരിക്കുന്നവർ മുക്തരായി മോക്ഷപ്രാപ്തി നേടും. 4. പേജ് നമ്പർ 42-43. ഈ ക്രൂരചന്ദ്രൻ ആരാണ്? മഹാകാലൻ എവിടെയായാണ്? ഈ കാര്യം തത്വദർശിയായ ഗുരു തന്നെ പറയും. അദ്ദേഹത്തിൽ, അതായത് കാലനിൽ നിന്ന് മോചിപ്പിച്ച് ഭാരതത്തിൽ സുവർണകാലം ഉണ്ടാക്കും. പിന്നെ ഈ സുവർണകാലവും ലോകമെങ്ങും വ്യാപിക്കും. ഈ ധാർമ്മിക നേതാവിന്റെ സദ്ഗുണങ്ങൾ ആ മഹാന്റെ കാലശേഷവും വാഴ്ത്തപ്പെടും. ആ മഹാന്റെ ശാലീനത്വം, വിനയം, ഉദാരത എല്ലാം വാഴ്ത്തപ്പെടും. ഇതിനു മുൻപ് സൂചിപ്പിച്ച 6-ാം ശതകത്തിലെ ശ്ലോകം 70-ന്റെ അവസാന വരിയിൽ സന്യാസിയുടെ തന്നെ ശബ്ദത്തിൽ സന്യാസി തന്നെ കുറിച്ച് വെറും 3 വാക്കുകൾ മാത്രമാണ് പറയുന്നത്. 1. അറിവിന്റെ വിജയി. അതിനോടൊപ്പം മറ്റു വിശേഷണങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് പേജ് 42-ൽ 4-ാമത്തെ ഉല്ലേഖനത്തിൽ 6 ശതകം ശ്ലോകം 71. ഹിന്ദു സന്യാസി തന്റെ അറിവുകൊണ്ട് ഉന്നതവും ദീപ്തവുമായ വിധത്തിൽ തത്വജ്ഞാനം പ്രകാശപൂരിതമാക്കും. കൈറൺ വിൽ ബി ചീഫ് ഓഫ് ദ വേൾ, ലൗഡ്, ഫിയർഡ് ആൻഡ് അൺചാലഞ്ചഡ്. മനുഷ്യ സംസ്കാരത്തെ പരിഷ്കരിക്കും. ഇതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല. എന്നാൽ തന്റെ സമയത്ത് എങ്ങനെയാണോ നരസിംഹം പെട്ടെന്ന് പ്രകടമായോ അതുപോലെ ആ ലോകനായകൻ തന്റെ തർക്കമറ്റ പവിത്രവും പരിശുദ്ധവുമായ ആധ്യാത്മിക ജ്ഞാനം, ഭക്തി, തേജസ് എന്നിവ കൊണ്ട് പ്രശസ്തനായിത്തീരും. ഞാൻ നോസ്ട്രഡാമസ് അതിശയിക്കുന്നു. ഞാൻ ആ ദേശത്തിലേ അല്ല, എവിടെ നിന്നാണോ അവതരിക്കുന്നത്, അതായത് സത്യലോകം. എങ്കിലും ഞാൻ അദ്ദേഹത്തെ അറിയുന്നു. ഞാൻ എന്റെ മുൻപിൽ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തിന്റെ മഹിമയെ വാഴ്ത്താൻ മറ്റൊരു ഉദാഹരണവും നിരത്താനില്ല. ഗ്രേറ്റ് കൈറൻ, മഹാനായ ധർമ്മഗുരു എന്ന് ഞാൻ പറയുന്നു. തന്റെ മതാനുയായികളോട് അക്കാലത്തെ പ്രശ്നങ്ങളുടെ ദയനീയ അവസ്ഥയിൽ പരവശരായവരെ സ്വതന്ത്രജ്ഞാന സൂര്യന്റെ ഉദയം കൊണ്ടെന്ന പോലെ ഭക്തിപ്രകാശത്തിൽ ലോകത്തിൽ ഉദ്ധരിക്കുന്ന 5-ാമത്തെ ശതകത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷത്തിൽ 1999-ൽ ആ മധ്യവയസ്കൻ ചട്ടക്കൂട് പൊളിച്ച് എന്റെ മനസ്സിന്റെ, അതായത് നോസ്ട്രഡാമസിന്റെ രഹസ്യം മനസ്സിലാക്കി. ഞാൻ ഗ്രേറ്റ് കൈറൻ അദ്ദേഹത്തെ അതിശയത്തോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം ദുഃഖിക്കുന്നു. എന്തെന്നാൽ അദ്ദേഹം ലോകത്തിന് ഈ വരാൻ പോകുന്ന മഹാവിജയത്തിന്റെ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും, അതായത് നോസ്ട്രഡാമസ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി ശ്രീ സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 168. എന്റെ, അതായത് നോസ്ട്രഡാമസിന്റെ മനസ്സിലെ ഭാവി പ്രവചനത്തെ ആ വൈശ്വിക സിംഹ മനുഷ്യൻ അവഗണിക്കാതിരിക്കട്ടെ. അദ്ദേഹം പ്രത്യക്ഷമാകുമ്പോൾ, അദ്ദേഹത്തിന്റെ തേജസ്വിയായ തത്വജ്ഞാനമായ സൂര്യോദയം ഉണ്ടാകുമ്പോൾ, ആദർശവാദിയായ ശ്രേഷ്ഠ വ്യക്തികളുടെ പുനർജീവനം, സുവർണകാലത്തിന്റെ പ്രഭാതം 6-ാം ശതകത്തിൽ ക്രിസ്താബ്ദം 1555 തൊട്ട് 450 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2006-ൽ ആരംഭിക്കും. അത് നടക്കുന്നതായി ഞാൻ നോസ്ട്രഡാമസ് കാണുന്നു. 5. പേജ് 44, 45, 46. നോസ്ട്രഡാമസ് ശതകം 1 ശ്ലോകം 51-ൽ വീണ്ടും തെളിവ് ഉദാഹരണ സഹിതം നൽകുന്നു. 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപിൽ ഭാരതം,
ആ മഹാ തേജസ് ജന്മമെടുക്കും. ആ കാലഘട്ടം തത്വജ്ഞാനത്തിന്റെ കുറവുകൊണ്ട് അജ്ഞതയുടെ അന്ധകാരത്തിലായിരിക്കും. നിയമം അധപതിച്ചിരിക്കും. എങ്ങും അട്ടഹാസത്തിന്റെ തേർവാഴ്ചയായിരിക്കും. ആ ധാർമ്മിക നേതാവ് തന്റെ മതത്തിൽ ഭക്തിയുടെ ശക്തിയിൽ തത്വജ്ഞാനത്താൽ എല്ലാ രാഷ്ട്രത്തിന്റെയും തല കുനിപ്പിക്കും. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അദ്ദേഹത്തെ തടയുന്നതും ആ മതനേതാവിന്റെ പ്രചാരണങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്നതും വെറും ഭ്രാന്തത്വമായിരിക്കും. ശതശ്ലോകം 1 ശ്ലോകം 50. കുറിപ്പ്: നോസ്ട്രഡാമസിന്റെ ഭാവി പ്രവചനം ഫ്രഞ്ച് ഭാഷയിലായിരുന്നു. പിന്നീട് പോൾ ബ്രൂട്ടൻ എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഈ ഭാവി പ്രവചനം സെഞ്ചുറി ഗ്രന്ഥം ഫ്രാൻസിൽ താമസിച്ച് പഠിച്ച് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തു. അദ്ദേഹം ഗുരുവാർ എന്ന വാക്കിനെ ബൃഹസ്പതി, അതായത് വ്യാഴാഴ്ച എന്ന് മനസ്സിലാക്കി എഴുതി. തന്റെ പൂജയ്ക്ക് ആധാരമായ കാരണം വ്യാഴാഴ്ചയാക്കി തീർത്തു. വാസ്തവത്തിൽ ഗുരുവാർ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ ഗുരുക്കന്മാരിലും ശ്രേഷ്ഠൻ എന്നതാണ്. തത്വജ്ഞാനത്തിൽ ശ്രേഷ്ഠനായ ഗുരുവിനെ പൂജിക്കുക എന്നതാണ്. വേദത്തിൽ ബൃഹസ്പതിയുടെ അർത്ഥം സർവേയ സ്വാമി, അതായത് പരമേശ്വരൻ. രണ്ടാമത്തെ അർത്ഥം ജഗത് ഗുരുവും പരമേശ്വരും ബൃഹസ്പതി ആകുന്നു. തത്വദർശിയുടെ അറിവ് മനസ്സിലാക്കി വളർന്ന ലോകങ്ങളിലും അയാൾ പ്രശംസനീയനായി തീരും. എനിക്ക്, അതായത് നോസ്ട്രഡാമസിന്, അയാളുടെ പുതിയ ഭക്തിമാർഗ മന്ത്രം ഒരു ജാലവിദ്യയായി തോന്നുന്നു. സർപ്പത്തെ സ്വാധീനിക്കുന്നവൻ ഗരുഡമന്ത്രത്താൽ കൊടും വിഷമുള്ള സർപ്പത്തെയും വശീകരിക്കുന്നു. ആ പുതിയ ഉപായം പുതിയ നിയമം ഉണ്ടാക്കുന്ന തത്വജ്ഞാനി ലോകത്തിന്റെ മുൻപിൽ ജന്മമെടുക്കും. അയാളെ ഞാൻ, അതായത് നോസ്ട്രഡാമസ്, അതിശയത്തോടെ മഹാനായ സന്യാസി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അറിവിന്റെ ദിവ്യ തേജസ്സിൽ പ്രകാശം ഭാരതത്തിൽ ഭയങ്കരമായ കൊടുങ്കാറ്റ് ആനടിക്കും. അതായത് അജ്ഞാനികളായ സന്യാസിമാരാൽ ആക്രമണം ഉണ്ടാകും. അവരെ ശാന്തരാക്കാനുള്ള ഉപായവും അദ്ദേഹത്തിന് അറിയാം. എങ്ങനെയാണോ ജാലവിദ്യയാൽ സർപ്പത്തെ വശീകരിച്ചുവോ അതുപോലെ അദ്ദേഹം സിംഹത്തെ പോലെ ശക്തിമാനും തേജസ്സോടുകൂടിയ വ്യക്തിത്വമുള്ളവനുമായിരിക്കും. ഇത് ഞാൻ, നോസ്ട്രഡാമസ്, സ്പഷ്ടമായ വാക്കുകളാൽ വ്യക്തമാക്കുന്നു. അദ്ദേഹം കുണ്ടലിനി ശക്തിയുള്ളവനാണ്. മഹാസമുദ്രത്തിലെ ദ്വീപിന്റെ പേരുള്ള ദേശം ഏതാണോ, ഹിന്ദു മഹാസമുദ്രം, ആ ദേശത്തെ, അതായത് ഭാരതത്തിലെ സർപ്പിണി ശക്തി, കുണ്ടലിനി ശക്തി പൂർണ്ണമായും അറിയുന്നവനാകും. ട്രൂ മാസ്റ്റർ, ആ മഹാനായ ധാർമ്മിക നേതാവ് ഉദാരമതിയും ദയയുമുള്ളവനാവും. പ്രകാശപൂരിതനും സനാതന സാമ്രാജ്യത്തിന്റെ അധികാരിയും സത്യപുരുഷന്റെ അനുയായിയുമായിരിക്കും. അയാളുടെ അധികാരം സാർവഭൗമമായിരിക്കും. അയാളുടെ മഹിമ ഗുരുഭക്തി ഉപായം, അതായത് ഗുരുവില്ലാതെ ഒരു പൂജയും ശരിയാകില്ല, സഫലമാകില്ല എന്ന തത്വം ദൃഢമാക്കി തീർക്കും. തത്വജ്ഞാന സത്സംഗത്തിൽ കൂടി ആദ്യം അജ്ഞതയാകുന്ന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന തന്റെ ധർമാനുയായികളെ, ഹിന്ദുക്കളെ ഉണർത്തി വളരെ വിശ്വസ്തയോടെ പൂജ ചെയ്യുന്ന ഭക്തരെ ശാസ്ത്രാടിസ്ഥാനത്തിലല്ലാതെ പൂജയുടെ മൂടുപടം കീറി ഗൂഢമായ അറിവിന്റെ തത്വജ്ഞാനത്തിന്റെ പ്രകാശം പരത്തും. തന്റെ സനാതന മതം പരിപാലിച്ച് സമൃദ്ധമായ സമാധാനത്തിന്റെയും ശാന്തിയുടെയും അധികാരിയായി തീരും. അതിനുശേഷം അയാളുടെ തത്വജ്ഞാനം ലോകമെങ്ങും വ്യാപിപ്പിക്കും. ആ മഹാന്റെ അറിവിന്റെ തത്വജ്ഞാനത്തിന്റെ മുൻപിൽ സൂര്യ തേജസ് പോലും മങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ, നോസ്ട്രഡാമസ്, ആ മഹാമനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ വൈശ്വിക സിംഹ മഹാമനുഷ്യനെ വാക്കുകളിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല. മുകളിൽ ഉദ്ധരിച്ചതിന്റെ താല്പര്യം ആ ലോക നേതാവിന് 50 വയസ്സാകുമ്പോൾ തത്വജ്ഞാന ശാസ്ത്രങ്ങളിൽ മഹാനായിത്തീരും. അതായത് 50-ാം വയസ്സിൽ 2001 എല്ലാ മതങ്ങളും ശാസ്ത്രീയമായി പഠിച്ച് അറിവിന്റെ തത്വജ്ഞാനത്തിന്റെ ഭണ്ഡാരമായി തീരും. അതിനുശേഷം ആ തത്വജ്ഞാനത്തിന്റെ അറിവ് അറിയാൻ യോഗ്യനായ പരമേശ്വരന്റെ അറിവ് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യും. ആ മഹാന്റെ ആധ്യാത്മിക ജനനം അമാവാസി നാളിൽ കറുത്ത വാവിലായിരിക്കും. ആ സമയത്ത് യുവാവായിരിക്കില്ല, അതായത് അദ്ദേഹത്തിന്റെ വയസ്സായിരിക്കില്ല. പ്രൗഢയുക്തനായ വ്യക്തിയായിരിക്കും, കീർത്തിമാനായിരിക്കും. പ്രായം 50-നും 60-നും മധ്യ ആയിരിക്കും. 6. പേജ് 40-46. നോസ്ട്രഡാമസ് പറയുകയാണ്, എന്തെന്നാൽ ആർക്കും ഒരു സംശയവും വേണ്ട. ലോകത്ത് ശ്രേഷ്ഠനായ തത്വജ്ഞാനിയുടെ വിഷയത്തിൽ എന്റെ പ്രവചനം ഏത് നേതാവിന്റെ വാക്കുകളോടും തർക്കവിഷയമാക്കാം. ആരും അതിനെ ഖണ്ഡിക്കില്ല. ഞാൻ, നോസ്ട്രഡാമസ്, നെഞ്ചത്ത് കൈവച്ച് വീരവാദത്തോടെ പറയുന്നു. എന്റെ സന്യാസിയുടെ കർത്തവ്യവും അയാളുടെ ഗൂഢമായ ആഴമേറിയ അറിവും തത്വജ്ഞാനവും എല്ലാവരെയും ലജ്ജിപ്പിക്കും. 2006 ആകട്ടെ, പറഞ്ഞതൊക്കെ ശ്രേഷ്ഠം, ശ്രേഷ്ഠമെന്ന് ഓരോ സന്യാസിമാരും സമ്മതിക്കും. 7. പേജ് നമ്പർ 52. നോസ്ട്രഡാമസ് തന്റെ ഭാവി പ്രവചനത്തിൽ പറയുന്നു, എന്തെന്നാൽ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഭൂമിയിൽ ആ സന്യാസി ശ്രേഷ്ഠൻ ജന്മമെടുക്കും. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? അതൊക്കെ എന്റെ ആഗ്രഹമനുസരിച്ചല്ല, പിന്നെയോ സന്യാസി ശ്രേഷ്ഠന്റെ ആജ്ഞാനുസരണം പ്രകൃതിയുടെ ഇഷ്ടപ്രകാരം എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും.
അപ്പോൾ ആ പുതിയ മാറ്റത്തിൽ ഭാരതം സർവശ്രേഷ്ഠമായ രാജ്യമായി മാറും. കുറെ നൂറ്റാണ്ടുകളായി കാണാത്ത തരത്തിലുള്ള സുഖം ഹിന്ദുക്കൾക്കുണ്ടാകും. ആ ദേശത്ത് ജന്മമെടുത്ത ധാർമ്മികനായ സന്യാസിയുടെ തത്വാധിഷ്ഠിതത്തിൽ ലോകം ഉദ്ധരിക്കപ്പെടും, ലോക നേതാവായി മാറും. ഏഷ്യ ഭൂഖണ്ഡത്തിൽ രാമായണം, മഹാഭാരതം എന്നിവയുടെ അറിവ് ഹിന്ദുക്കളുടെ ഇടയിൽ ഇത്രമാത്രം പ്രചരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ അറിവ് ആ തത്വദർശിയായ സന്യാസിക്കുണ്ടാകും. അയാൾ അദ്വിതീയനായ സന്യാസിയായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 170. 8, പേജ് നമ്പർ 74. വളരെയധികം സന്യാസി നേതാക്കൾ വരും പോകും. അവരൊക്കെ പരമാത്മാവിന്റെ ദ്രോഹികളും അഭിമാനികളുമായിരിക്കും. എനിക്ക് ആന്തരികമായ അഭിമുഖ സാന്നിധ്യം ആ സന്യാസി ശ്രേഷ്ഠന്റേതാണ്. എന്തെന്നാൽ ആ മഹാനായ ഹിന്ദു നേതാവിനെ തിരിച്ചറിയാതെ അദ്ദേഹത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തും. എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാരണം ആ മഹാനായ ധാർമ്മിക നേതാവ് അവഗണനയ്ക്ക് പാത്രീഭൂതനായി തീരും. എന്നാൽ ഹിന്ദുസ്ഥാനിലെ, ഭാരതത്തിലെ ഹിന്ദു സന്യാസി വരാൻ പോകുന്ന അന്ധകാരം, ഭക്തിജ്ഞാനമില്ലാത്തതുകൊണ്ടുണ്ടായ അന്ധത, പ്രളയം, സ്വാർത്ഥതയുടെ പേരിൽ സഹോദരങ്ങൾ പരസ്പരം കൊല്ലുക, മകൻ അച്ഛനെ അവഗണിക്കുക, ഹിന്ദു ഹിന്ദുവിന്റെ ശത്രുവാകുക, മുസൽമാൻ മുസൽമാന്റെ ശത്രുവാകുക, കോളിളക്കം, മായാപ്രപഞ്ചത്തിൽ മുഴുകിയ സമൂഹം, ലോകത്തിന് പുതിയ പ്രകാശം നൽകുന്ന സർവശ്രേഷ്ഠനായ ജഗത് നേതാവായ ധാർമ്മിക വിശ്വനേതാവിന്റെ ദുഃഖം ഇത് തന്നെയാണ്. മറ്റൊരു ആഗ്രഹവുമില്ല. മാനവോദ്ധാരണത്തിന്റെ ചിന്തയല്ലാതെ മറ്റൊരു സ്വാർത്ഥ ചിന്തയും ഉണ്ടാകില്ല, അഹങ്കാരമുണ്ടാകില്ല. ഇതെന്റെ ഭാവി പ്രവചനത്തിന്റെ അഭിമാനത്തിന്റെ വാക്കുകളായിരിക്കും. വാസ്തവത്തിൽ ആ തത്വദർശി സന്യാസി ലോകപ്രസിദ്ധനാകും. അയാൾ മുഖാന്തരം പ്രചരിപ്പിക്കുന്ന അറിവുകൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. ആ സന്യാസി ആധുനിക ശാസ്ത്രങ്ങളെ അതിശയിപ്പിക്കും. അങ്ങനെയുള്ള ആധ്യാത്മിക പ്രകാശം ശാസ്ത്രജ്ഞന്മാർ പോലും അതിശയിച്ചു പോകുന്ന അറിവ് ശാസ്ത്രാടിസ്ഥാനത്തിൽ നേടിയെടുക്കും. ബുദ്ധിവാദികൾ അയാളെ നിരാകരിക്കില്ല. ഒരു ചെറിയ അറിവിന്റെ വിളക്കായി മാത്രം കരുതണ്ട. ആ തത്വദർശിയായ സന്യാസിയെ ആരാധ്യദേവനായി കരുതി സിംഹാസനത്തിലിരുത്തി പൂജ ചെയ്ത് ആ സത്പുരുഷന്റെ അനുയായികൾ ലോകത്തെ രക്ഷിക്കുന്നവരായിരിക്കും. സന്ത് രാംപാൽജി മഹാരാജിനെ കുറിച്ച് മറ്റ് ഭാവി പ്രവാചകന്മാരുടെ ഭവിഷ്യവാണികൾ. 1. ഇംഗ്ലണ്ടിലെ ജ്യോതിഷ പണ്ഡിതനായ ചീരോ 1925 എഴുതിയ പുസ്തകത്തിലെ ഭാവി പ്രവചനം. 20-ാം നൂറ്റാണ്ടിൽ, അതായത് 2000-ന്റെ ഉത്തരാർദ്ധത്തിൽ 1950-ന് ശേഷം ജനിക്കുന്ന സന്യാസി ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരും. അത് ലോകമെങ്ങും വ്യാപിക്കും. ഭാരതത്തിലെ ആ വ്യക്തി ലോകം മുഴുവനും അറിവിന്റേതായ വിപ്ലവം സൃഷ്ടിക്കും. 2. ഭാവി പ്രവാചകനായ ഗ്രീവേജ് ലേറ്റിന്റെ അഭിപ്രായമനുസരിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ലോകത്താകമാനം പരസ്പരം സ്നേഹമില്ലായ്മ, മനുഷ്യത്വമില്ലായ്മ, മായാ പ്രപഞ്ചത്തിലേക്കുള്ള ജനസഞ്ചാരം, കൊള്ള, രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും അന്യായം മുതലായ വളരെയധികം കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിൽ നിന്നും ഉടലെടുക്കുന്ന ശാന്തിയും സമാധാനവും പരസ്പര സ്നേഹവിശ്വാസങ്ങളിൽ നിന്നും പുതിയ ഒരു സഭ്യത ലോകരാഷ്ട്രങ്ങളിലും ദേശദേശാന്തരങ്ങളിലും ജാതി മത ഭേദമേനെ ലോകമെങ്ങും ശാന്തിയും സമാധാനവും ഉണ്ടാക്കി തീർക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 171. 3. അമേരിക്കയിലെ മഹിപ്രവാചകയായ ജീൻ ഡിക്സന്റെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകത്താകമാനം ഭയാനക അന്തരീക്ഷമായിരിക്കും. ധാരാളം മനുഷ്യകുരുതികൾ നടക്കും. പിന്നീട് ആധ്യാത്മികതയെ ആധാരമാക്കി ഒരു പുതിയ സഭ്യത, അതായത് ഭാരതത്തിലെ ഗ്രാമീണ കുടുംബത്തിലെ വ്യക്തിയുടെ നേതൃത്വത്തിൽ ജന്മമെടുക്കും. ലോകത്തെ യുദ്ധത്തിൽ നിന്നും മോചിപ്പിക്കും. 4. അമേരിക്കയിലെ ശ്രീ ആൻഡ്രസന്റെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന് മുൻപ് 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകത്ത് അസഭ്യതയുടെ താണ്ഡവ നൃത്തമായിരിക്കും. അതിനിടയിൽ ഭാരതത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധാർമ്മിക വ്യക്തി മനുഷ്യനൊന്ന്, ഭാഷ ഒന്ന്, കൊടി ഒന്ന് എന്ന ഭരണഘടന ഉണ്ടാക്കി ലോകത്ത് ആചാരം, ഉദാരത, മാനവീയത എന്നിവയുടെ പാഠം പഠിപ്പിക്കും. ഈ മഹാഗുരു 1999 മുതൽ 1000 വർഷങ്ങളോളം സുഖവും ശാന്തിയും നിലനിർത്തും. 5. ഹോളണ്ടിലെ ഭാവി പ്രവാചകൻ ശ്രീ ഗേറാർഡ കായിസയുടെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഭയാനകമായ യുദ്ധക്കെടുതിയിൽ പല രാഷ്ട്രങ്ങൾക്കും നാശനഷ്ടമുണ്ടാകും. പക്ഷെ ഭാരതത്തിലെ ഒരു മഹാപുരുഷൻ ലോകത്തെ ഒരു ചരടിൽ കോർത്ത് ഹിംസ, ദുരാചാരം, കപടത എന്നിവയിൽ നിന്നും രക്ഷിക്കും. 6.
അമേരിക്കയിലെ ഭാവി പ്രവക്താവ് ശ്രീ ചാൾസ് ക്ലാർക്കിന്റെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുൻപായി ഒരു ദേശീയ പക്ഷം ഭാരതത്തിന്റെ മഹിമ വിശേഷിച്ചും ധാർമ്മികവും ദാർശനികപരവുമായിരിക്കും. അത് ലോകം മുഴുവൻ സ്വായത്തമാക്കും. ഇവിടെ ഒരു ധാർമ്മിക വിപ്ലവം 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകമെങ്ങും വ്യാപിക്കുകയും മാനവ സമുദായത്തെ ആത്മീയതയുടെ മാറ്റുകയും ചെയ്യും. 7. ഹംഗറിയിലെ മഹിളാ ജ്യോതിഷി ബൊറിസ്കോയുടെ അഭിപ്രായത്തിൽ 2000-ന്റെ തുടക്കം ഭയാനകമായ ചുറ്റുപാടുകളായിരിക്കും. കൊള്ളയും കൊലയും പിടിച്ചുപറിയുന്ന അക്രമങ്ങൾക്കിടയിൽ മാനവീയ സദ്ഗുണങ്ങളാൽ പരിപൂജിതനായ ഭാരതീയ പ്രവാചകനിൽ കൂടി ഭൗതിക സംഘടനകൾക്ക് ഒരു അവസാനമുണ്ടാകും. സ്ഥായിയായ ആധ്യാത്മികത വലിയൊരു ജനസമൂഹം സ്വീകരിക്കും. ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലായി ഭൗതികവാദത്തെ ആധ്യാത്മികതയിലേക്ക് മാറ്റിയെടുക്കും. 8. ഫ്രാൻസിലെ ഡോക്ടർ ജുലർവെന്റെ അഭിപ്രായത്തിൽ 1990-ന് ശേഷം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഭാരതത്തിലെ ധാർമ്മിക സഭ്യതയിലേക്ക് വളരെയേറെ പേർ ആകൃഷ്ടരായിത്തീരും. 2000 ആണ്ടാകുമ്പോൾ ലോക ജനസംഖ്യ 640 കോടിയോളമാകും. ഭാരതത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അറിവിന്റെ ധാർമ്മിക വിപ്ലവം അവിശ്വാസത്തെ, നാസ്തികതയെ ഇല്ലാതാക്കി ലോകത്തെ മുഴുവൻ ഭാരതീയനായ ആധ്യാത്മിക വ്യക്തിയുടെ അനുയായികളായി മാറും. ഈ ആധ്യാത്മിക സ്ഥാപനത്തിന്റെ മഹിമ ലോകമെങ്ങും വ്യാപിക്കുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 172. 9. ഫ്രാൻസിലെ നോസ്ട്രഡാമസിന്റെ അഭിപ്രായത്തിൽ ലോകം മുഴുവനും സൈനിക വിപ്ലവത്തിന് ശേഷം കുറച്ച് നല്ല ആളുകൾ അവശേഷിക്കും. അവർ ലോകത്തെ നന്മ നിറഞ്ഞതാക്കി മാറ്റും. അവരുടെ ഇടയിൽ മഹാനായ ധാർമ്മിക നേതാവ് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ഏതെങ്കിലും കിഴക്കൻ പ്രദേശത്ത് നിന്ന് ജന്മമെടുക്കും. സാഹോദര്യത്തിന്റെ പേരിലോ സൗജന്യതയുടെ പേരിലോ ലോകത്തെ ഒറ്റ ചരടിൽ കോർത്തിണക്കും. നോസ്ട്രഡാമസ് ശതകം 1 ശ്ലോകം 50 തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപിൽ ആ മഹാത്മാവ് ജന്മമെടുക്കും. ആ സമയത്ത് തത്വജ്ഞാനത്തിന്റെ അഭാവത്താൽ രാജ്യം അജ്ഞതയുടെ അന്ധകാരത്തിലായിരിക്കും. നിയമലംഘനവും അക്രമരാഹിത്യവും നാടെങ്ങും നടമാടും. ആ ധാർമ്മിക നേതാവായ തത്വജ്ഞാനി തന്റെ ധാർമ്മിക ബലത്താൽ, ഭക്തിയുടെ പ്രഭാവത്താൽ തത്വജ്ഞാനത്തിൽ കൂടി എല്ലാ രാഷ്ട്രങ്ങളെയും കോർത്തിണക്കി ഒന്നാക്കി തീർക്കും. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ആ മഹാനെ തടയാനോ അദ്ദേഹത്തിന്റെ മതപ്രചരണം തടയുവാനോ കഴിയില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഭ്രാന്തമായിരിക്കും. ശതകം 1 ശ്ലോകം 50, സെഞ്ചുറി 1 കന്ന 50. 10. ഇസ്രായേലിലെ പ്രൊഫസർ ഹരാറിന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൽ ഒരു ദിവ്യപുരുഷൻ, മാനുഷിക നന്മകൾ നിറഞ്ഞ വ്യക്തി 2000 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആധ്യാത്മിക വിപ്ലവത്തിന്റെ വേരുകൾ ബലപ്പെടുത്തി ലോകരാഷ്ട്രങ്ങളെ തന്റെ വരുതിയിൽ തന്റെ അഭിപ്രായത്തിൽ സ്വീകരിക്കുന്നതിന് ബാധ്യസ്ഥരാക്കി തീർക്കും. ഭാരതത്തിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണമായിരിക്കും. അപ്പോൾ പിന്നീട് ആ നേതൃത്വം ധാർമ്മിക നേതാവിന്റെ കയ്യിലായിരിക്കും. ഒരൊറ്റ മതത്തിന്റെ കീഴിലായിരിക്കും എല്ലാ രാഷ്ട്രങ്ങളും. 11. നോർവേയിലെ ശ്രീ ആനന്ദാചാര്യന്റെ ഭാവി പ്രവചനം അനുസരിച്ച് 1998-ന് ശേഷം ഒരു ശക്തിമത്തായ മതസംഘടന ഭാരതത്തിലുണ്ടാകും. ആ സംഘടനയിലെ സ്വാമി ഒരു ഗൃഹസ്ഥാശ്രമി ആചാരാനുഷ്ഠാന സംഹിത പരിപാലനം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവൻ പരിപാലിക്കും. ക്രമേണ ഭാരതം വ്യാവസായികപരമായും ധാർമ്മികമായും ധനപരമായും ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ എത്തിച്ചേരും. ആ മഹാന്റെ ധാർമ്മിക തത്വജ്ഞാനം ലോകം അംഗീകരിക്കും. മുകളിൽ പറഞ്ഞ ഭാവി പ്രവചനങ്ങൾ അനുസരിച്ച് ഇന്ന് ലോകത്ത് ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുഗപരിവർത്തനം പ്രകൃതിയുടെ നിശ്ചയമായ സിദ്ധാന്ത തത്വമാണ്. വൈദിക തത്വാടിസ്ഥാനത്തിൽ 4 യുഗങ്ങൾ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നാണ്. എപ്പോഴാണോ ഭൂമിയിൽ പാപികളുടേതായ ഒരു സാമ്രാജ്യം നിലനിൽക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നു. മാനവികതയുടെ ഈ വികാസ പരിണാമം അനാദികാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ അവതാരങ്ങൾ അവതരിക്കുന്നത് അനാദികാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്തൊരു വിരോധാഭാസമാണ് നാം കാണുന്നത്. ഋഷിമുനിമാരുടെയും മഹാപുരുഷന്മാരുടെയും അവതാരങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് അവരുടെ വാക്കുകൾ, ദിവ്യവചനങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 173. പക്ഷേ അവർ മൺമറയുമ്പോൾ അവരെ പൂജിക്കാൻ തുടങ്ങും. ഇതും മറ്റൊരു വിരോധാഭാസ പ്രക്രിയയാണ്. ജീവിച്ചിരിക്കുമ്പോൾ മഹാത്മാക്കളെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. പകരം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. ചില സ്വാർത്ഥരായ ജനങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരുടെ മതപ്രചരണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു.
ഇതെല്ലാം അനാദികാലം മുതലേ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ഏതൊരു മഹാപുരുഷനാണോ ആയിരക്കണക്കിന് കഷ്ടപ്പാടുകൾ സഹിച്ച് തന്റെ തപസ്യയിലും സത്യത്തിലും അടിയുറച്ചു നിലനിൽക്കുന്നുവോ, ആ മഹാന്റെ വാക്കുകൾ ഒരിക്കലും അസത്യമായി തീരില്ല. സത്യത്തിൽ അടിയുറച്ചു നിന്ന യേശുക്രിസ്തു പോലും തന്റെ ശരീരത്തിൽ തറച്ച മുള്ളാണികളുടെ വേദന സഹിച്ച് അക്രമികളുടെ ആക്രമണത്തിന് ഇരയായി. അതുപോലെ സോക്രട്ടീസ് അക്രമികൾ നൽകിയ വിഷം യാതൊരു വൈമനസ്യവും കൂടാതെ വാങ്ങിക്കഴിച്ചു. ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്തെല്ലാം യാതനകൾ സഹിച്ചാണ് അധർമ്മികളോട് പൊരുതിയത്. യേശു ക്രിസ്തു പറഞ്ഞു, ഭൂമിയെയും ആകാശത്തിനെയും മാറ്റിമറിക്കാം, പക്ഷേ സൂര്യന്റെ ഉദയവും അസ്തമയവും മാറ്റാൻ കഴിയാത്ത ഉറച്ച തത്വത്തെയും മാറ്റിയാലും എന്റെ വാക്കുകളെ അസത്യമാക്കാൻ ആർക്കും കഴിയില്ല. അല്ലയോ സജ്ജനങ്ങളെ, ഇന്നത്തെ കോടിക്കണക്കിനുള്ള മനുഷ്യർ ആ പരമ തത്വജ്ഞാനിയായ മഹാപുരുഷനെ തേടിപ്പിടിച്ച് ആ മഹാന്റെ അനുയായികളായി തങ്ങളുടെ ജീവിതശൈലിയെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ലോകത്ത് സദ്വിചാരങ്ങൾ, പരസ്പരം സാഹോദര്യം, ദയ, ഭക്തി എന്നിവ ഉണ്ടാകും. ഇന്നത്തെ ആധുനിക മനുഷ്യർ ബുദ്ധിശാലികളാണ്. അതുകൊണ്ട് ആ മഹാന്റെ അഭിപ്രായങ്ങളെ സ്വീകരിച്ച് ശ്രേഷ്ഠരായിത്തീരും. ആ മഹാപുരുഷനാണ് ജഗദ്ഗുരു. തത്വദർശിയായ സന്ത് രാംപാൽജി മഹാരാജ്. ദയവായി അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചു നോക്കൂ. മുകളിൽ പറഞ്ഞ ഭാവി പ്രവചനങ്ങൾ സത്യമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.